ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. പാലോ പാൽപ്പൊടിയോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പാൽച്ചായ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ടിപ്സും അതുപോലെ തന്നെ വേറെയും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ പറിച്ചെടുക്കുന്നത് ചിത്തിരപ്പാലയാണ് കേട്ടോ. മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടി തന്നെയാണിത്. അധിക കെയറിംഗ് ഒന്നും ഇല്ലാതെ എല്ലായിടത്തും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുലഭമായിട്ട് നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ വെള്ളത്തിന്റെ നനവ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന്റെ അത്ഭുത ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഷോക്കാവും. അത്രയ്ക്കും മനസ്സിൽ പോലും ചിന്തിക്കാത്ത നല്ല കിടിലൻ സൂത്രങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെടി നന്നായിട്ടൊന്ന് പറിച്ചെടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന്റെ വേരും ഇലയും പൂവും തണ്ടും എല്ലാം നമുക്ക് ഒരുപോലെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ ഒടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൽ നിന്നും ഒരു കറ പോലുള്ള പാല് പോലത്തെ ദ്രാവകം വരുന്നതാണ്. ഇത് ചുണ്ടിലെ വെണ്ടുകീറൽ, കാലിലെ വെണ്ടുകീറൽ, അതുപോലെ തന്നെ നഖത്തിലെ ഫംഗൽ ഇൻഫെക്ഷൻസ്, മുഖക്കുരു, കാലിലെ ആണി, മാറാത്ത മുറിവ്, അരിമ്പാറ, മറുക് എല്ലാത്തിനും വളരെ നല്ലതാണ് കേട്ടോ. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് ഒരു ദിവസം 2 തവണ ഇതിന്റെ പാലെടുത്ത് തേച്ച് കൊടുത്തതിന് ശേഷം 30 ദിവസം നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല അരിമ്പാറൊക്കെ ലൈവായിട്ട് അടർന്നു പോകുന്നതായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൃമിശല്യമുള്ള കുട്ടികൾക്ക് നമ്മൾക്ക് ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നല്ല കൺട്രോൾ ആയിട്ട് വരും. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിത്തിരപ്പാലയ്ക്ക് ആസ്മ ചെടി എന്നും പേരുണ്ട്. ആസ്മ ഉള്ളവർക്ക് ശ്വാസം വിടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. അതിന് ഈ ചെടി നല്ലൊരു ഔഷധ മരുന്നാണ്. അതിന് ഡെയിലി നമുക്ക് ഇത് ഭക്ഷണത്തിൽ തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ ചട്നി ആയിട്ടോ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ സൂപ്പായിട്ടോ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ പരിപ്പിന്റെ കൂടെ ഇട്ട് കറിയാക്കി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ചെറു ചൂടോടുകൂടി ചോറിന്റെ കൂടെ കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും. അപ്പൊ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആസ്മ പേഷ്യൻസ് ഇത് കഴിക്കുന്നതിലൂടെ ബ്രോൺകെയിൽ ട്യൂബിനെ റിലാക്സ് ആക്കാനും ഡയലേറ്റഡ് ആയി വെക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് വളരെ നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അപ്പൊ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനൊന്നിനും പറ്റിയില്ലെങ്കിൽ വെറുതെ നമ്മളിത് വായിലിട്ട് ചവച്ചരിക്കുകയാണെങ്കിലും ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഇലയും പൂവും ഞാൻ ഇതുപോലെ ഒന്ന് പിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പൂവും ഇലയും മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെയിലി കുടിച്ചു വരികയാണെങ്കിൽ കുറേ അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നിങ്ങളടുത്ത് ഇത് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാനില്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്കിത് അവൈലബിൾ ആണ് ഇതിൻ്റെ പൊടി. അല്ലെങ്കിൽ കുറച്ചധികം കിട്ടുന്ന സമയത്ത് നിഴലിൽ വെച്ച് ഉണക്കി പൊടിച്ച് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കലക്കിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഞാനിത് വെച്ചിട്ട് എങ്ങനെ ഒരു കഷായം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇലകൾ ഞാൻ ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ചിത്തിരപ്പാല. അപ്പോൾ ചായക്ക് പകരമായിട്ട് രാവിലെയൊക്കെ നമ്മൾ ഇതുപോലൊരു കഷായമൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ചെറിയൊരു ചവർപ്പ് ടേസ്റ്റേ ഉള്ളൂ കേട്ടോ. നമുക്കിത് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഷായം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇങ്ങനൊരു കഷായം ഉണ്ടാക്കിയിട്ട് രാവിലെ ഭക്ഷണത്തിന് 30 മിനിറ്റ് മുമ്പേ നമ്മൾ ഡെയിലി കുടിച്ചു വരികയാണെങ്കിൽ ഒരു പരിധിവരെ എല്ലാ രോഗങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ഇതിന് ക്യാൻസറിനെ കുറയ്ക്കാനുള്ള നല്ലൊരു കഴിവ് തന്നെയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെതിരായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഇതിൽ ധാരാളമായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവും ട്ടോ. കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ഡെയിലി ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമുക്ക് ഷുഗറിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ളവർ ഇത് തുടർച്ചയായിട്ട് കഴിച്ചു വരികയാണെങ്കിൽ ഷുഗറിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ ചീര രക്തത്തിൽ കലരുന്ന പഞ്ചസാരയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. മുലയൂട്ടുന്ന അമ്മമാർക്ക് ചില സമയത്ത് പാല് വളരെ കുറവായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലൊരു ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എരിവ്, ഉപ്പ്, പുളി അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ചായ, കോഫിയൊക്കെ ഒഴിവാക്കിയാലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇലയൊന്ന് ഇടികല്ലിലേക്ക് ഇട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം കൊണ്ടാണ് ഇവിടെ കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടികല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് നമുക്കതൊന്ന് ഇടിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല. നന്നായിട്ട് ഇടിച്ചെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഈ ഇല ഫ്രഷ് ആയിട്ട് ഇടിച്ചെടുത്തതിന് ശേഷം അരിമ്പാറ, മറുകുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. യാതൊരു കെമിക്കൽസോ അതുപോലെ തന്നെ മരുന്നുകളോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നാച്ചുറലായിട്ട് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും ട്ടോ. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു ഉരുള എടുത്തതിന് ശേഷം കുറച്ച് പാലിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 ടിപ്പാണ് ഇത് വെച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നഖത്തിലേക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. നഖത്തിൽ വരുന്ന വിരലിൻ്റെ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ പഴുപ്പൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മിക്സ് ഞാൻ ഒരു തവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു എണ്ണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ തൊലിക്കൊക്കെ വരുന്ന അസുഖങ്ങൾക്ക് ഏത് അസുഖം ആയിക്കോട്ടെ ഈ രീതിയിൽ എണ്ണ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഡെയിലി നമ്മൾ തേച്ച് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. മാത്രമല്ല നമ്മളുടെ മുഖത്തും അതുപോലെ തന്നെ കൈകാലിലൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലോ ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. റെഗുലർ പീരീഡ്സ് ഒക്കെ ഉള്ളവർ ഇത് തുടർച്ചയായിട്ട് കഴിച്ചു വരികയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നേരത്തെ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇല ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മുഖക്കുരു അതുപോലെ തന്നെ മുഖക്കുരുയുടെ പാടുകൾ, സൺ ടാൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളിത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളുടെ മുഖത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുഖം നന്നായിട്ട് ഗ്ലോ ആവാനും മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. വെള്ളപ്പൊക്കിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ ഇതുപോലെ അരച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പൈൽസിൻ്റെ പ്രോബ്ലം ഉള്ളവർ ചെറിയ ഉള്ളി അതുപോലെ തന്നെ അതേ അളവിൽ വെളുത്തുള്ളി പിന്നെ നമ്മളുടെ ഈ ചിത്തിരപ്പാലയും കൂടെ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അൾസറിനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. ചിത്തിരപ്പാലയിൽ നിന്നും 7 ഇല പറിച്ചെടുത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ തൈരും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെറും വയറ്റിൽ 1 മാസം നമ്മൾ കുടിച്ചു വരികയാണെങ്കിൽ ഏത് മാറാത്ത പുണ്ണും അൾസർ ആയാലും വളരെ പെട്ടെന്ന് നമുക്ക് ക്യൂറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ആ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പാലോ പാൽപ്പൊടിയോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പാൽച്ചായ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട്
ഒരു 1/4 മുറി തേങ്ങ നന്നായിട്ടൊന്ന് ചിരവി എടുത്തിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പൊടി ഇട്ട് കൊടുക്കരുത് ട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നേരത്തെ ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്കയുടെ മിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആവശ്യത്തിന് ചായപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ തന്നെ നമ്മളുടെ ചായ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ തിളച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും പൊടി ഇട്ട് കൊടുക്കരുത് ട്ടോ. ഈ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടെ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പൊടിയൊക്കെ താഴേക്ക് പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ പാൽ ചായ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നേരത്തെ ഞാൻ തേങ്ങ അരച്ചെടുത്തില്ല. അതിൻ്റെ പാല് നല്ല തിക്കായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വല്ലാണ്ട് അങ്ങ് ലൂസും അല്ല, എന്നാൽ ഭയങ്കര ടൈറ്റും അല്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ പാലെടുത്തിട്ടുള്ളത്. എന്നിട്ട് കട്ടൻ ചായയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ നല്ല കിടിലൻ ടേസ്റ്റും ആയിട്ടുള്ള ചായ നമുക്ക് റെഡിയായി കിട്ടും. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് മുട്ട ഉപയോഗിച്ച് എങ്ങനെ പാൽച്ചായ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ ബീറ്ററോ അല്ലെങ്കിൽ മിക്സി ജാറിലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഞാൻ ഇപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ടൻ ചായ എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭയങ്കര ചൂടോട് കൂടി നമ്മൾ ഈ മുട്ടയിലേക്ക് ഈ ചായ മിക്സ് ചെയ്യരുത്. പിരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ചൂടിൽ നമുക്ക് മുട്ട ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽ ചായ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ മുട്ടയുടെ ടേസ്റ്റ് വരില്ലേ എന്നൊക്കെ. ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പാൽ ചായ തോറ്റു പോകുന്ന അടിപൊളി ടേസ്റ്റിലാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 രീതിയിലുള്ള പാലില്ലാത്ത പാൽ ചായ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.